നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോക്ക് എപ്പോഴാ സംസാരിക്കാൻ പറ്റിയത്? എപ്പോഴാ ശബ്ദം തിരികെ കിട്ടിയത്? ഇപ്പോഴാ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഓ ആണോ? എന്തായാലും സംസാരിക്കാൻ സാധിച്ചല്ലോ. ഋഷി 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 സ്വാമിയച്ഛ, ചെറിയച്ഛ, സ്മൃതി ചേച്ചി. മോളെ, എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. എന്തെങ്കിലും പ്രയാസം? ദേഹാസകലം വേദനയുണ്ട്. അത് മാറിക്കൊള്ളു. ഏതായാലും സംസാരശൈലി തിരികെ കിട്ടിയില്ലേ? ഞാനത് പറഞ്ഞിരുന്നല്ലോ. സ്വാമിയച്ഛ, ഋഷി ഒന്നും മിണ്ടുന്നില്ലല്ലോ. സ്വാമിയച്ഛ, ഞാൻ കൈ നീട്ടി തൊട്ടപ്പോ ഋഷി കണ്ണു തുറന്നു. പക്ഷെ ഒരു ചലനവും ഇല്ല. എന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ല. കണ്ണു തുറന്ന് ഇങ്ങനെ ഒരേ കിടപ്പ. ഞാൻ പറഞ്ഞതൊന്നും ഋഷി കേട്ടിട്ടുണ്ടാവില്ലേ? ഗോപിക സംസാരിച്ചപ്പോ ഋഷി മിഴി തുറന്നെങ്കിലും ഋഷിക്ക് പൂർണ്ണമായ ബോധം ഇനിയും വീണിട്ടില്ല. ബോധത്തിന്റെയും അബോധത്തിന്റെയും മധ്യയാണ് ഋഷി ഇപ്പോ ഉള്ളത്. അതുകൊണ്ടാണ് ഗോപിക വിളിച്ചിട്ടും ഋഷി അറിയാത്തത്. കണ്ണു തുറന്നിട്ടുണ്ടെങ്കിലും കാഴ്ചകളൊന്നും ഋഷിക്കിപ്പോ വ്യക്തമാവില്ല. പേടിക്കണ്ട, അധികം താമസമില്ലാതെ തന്നെ ഋഷി പൂർണ്ണ ബോധത്തിലെത്തും. പഴയതുപോലെ തന്നെ എഴുന്നേറ്റ് ഓടിച്ചാടി നടക്കും. വേഗം തന്നെ രണ്ടുപേരും പൂർവ്വസ്ഥിതിയിലായി പഴയതുപോലെ ജീവിച്ചു തുടങ്ങും. സമാധാനമായിട്ടിരിക്കെ. സ്വാമിയച്ഛ, ചേച്ചി, ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. നിങ്ങൾക്കുണ്ടായ ഇംപ്രൂവ്മെന്റ്സ് ഇപ്പൊ തന്നെ അമ്മയും മുത്തശ്ശി അറിയിച്ചേക്കാം. സ്മൃതി, സ്മൃതി, സ്മൃതി. അമ്മേ, ഞാനിപ്പോ വിളിക്കാം. സ്മൃതി, എന്താ ചേച്ചി? മോളെ, എന്റെ ഫോണൊന്ന് എടുത്തു തരൂ. വീട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു. ചേച്ചിയോടും മുത്തശ്ശനോടൊക്കെ സംസാരിച്ചിട്ട് എത്ര ദിവസമായി. ആ, ചേച്ചിയുടെ ഫോൺ ഇവിടെ ഉണ്ട്. ഞാനിപ്പോ എടുത്തിട്ട് വരാം. ദാ ചേച്ചി,
ചേച്ചി സംസാരിക്കേ, ഞാൻ പുറത്തുണ്ടാവും. മോളെ മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശന് സുഖാണോ? മോളെ മുത്തശ്ശന് സുഖാണ് മോളെ. മോക്ക് എപ്പോഴാ സംസാരിക്കാൻ പറ്റിയത്? എപ്പോഴാ ശബ്ദം തിരികെ കിട്ടിയത്? ദേ, ഇപ്പഴാ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഓ ആണോ? എന്തായാലും സംസാരിക്കാൻ സാധിച്ചല്ലോ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ശരിയാ, പക്ഷെ ഋഷിക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല മുത്തശ്ശ. മോള് വിഷമിക്കണ്ട. സ്വാമി അച്ഛന്റെ ചികിത്സയല്ലേ, മോക്ക് ശബ്ദം തിരികെ കിട്ടിയില്ലേ? അതുപോലെ ഋഷിക്കും ബോധം വീഴും. സ്വാമി അച്ഛന്റെ ചികിത്സ ഫലിക്കും മോളെ. മോള് സമാധാനിക്ക്. സ്വാമി അച്ഛന്റെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഋഷി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ. മോള് വിഷമിക്കണ്ട. ഇത് സമയദോഷമാണ്. കാലദോഷം വരുമ്പോ ഇതുപോലെ പലതും സംഭവിക്കും. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സർവേശ്വരന് മാത്രമേ സാധിക്കൂ. മോൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്ക. മുത്തശ്ശ, ചേച്ചി അവിടെ ഇല്ലേ? ചേച്ചിക്കൊന്ന് കൊടുക്കൂ. അവൾ എവിടെയുണ്ട്? ഞാൻ വിളിക്കാം. ദേവികേ, ദേവികേ. ആ, അവൾ ഇപ്പൊ വരും മോളെ. മുത്തശ്ശ, ഞാനവിടെ ഹോസ്പിറ്റലിലായിരുന്നപ്പോ ചേച്ചിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. തീരുമാനം എന്തായി? അപ്പോ മോളോട് അവളെല്ലാം പറഞ്ഞു അല്ലേ? എന്നോട് ചേച്ചി പറഞ്ഞത് സിദ്ധാർത്ഥേട്ടന്റെ വിവാഹാലോചനയ്ക്ക് സമ്മതം മൂളാൻ പോവാന്ന്. അഞ്ജിതയെ പെണ്ണ് കാണാൻ വന്നപ്പോ ഋഷിയുടെ വീട്ടുകാര് അങ്ങനൊരു ഡിമാൻഡ് വെച്ചു. അഞ്ജിതയും അഭിഷേകവുമായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം കൂടി നടത്തി കൊടുക്കണമെന്ന അവരുടെ തീരുമാനം. അത് പറ്റില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതാ. അത് പറ്റില്ല. ആ ആലോചന നടത്തിയ ശരിയാവില്ല. ആ, പക്ഷെ നിന്റെ ചേച്ചി അത് കേൾക്കണ്ടേ? അവൾ ആനന്ദനോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാന്ന് പറഞ്ഞു. അഞ്ജിതയുടെ ജീവിതം അവള് കാരണം തകരല്ലെന്ന് കരുതി അവൾ പൊന്നാരം തോട്ടത്തുകാരുടെ ഡിമാൻഡിന് വഴങ്ങാൻ പോവാ. അതിന് നിൽക്കരുത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതെന്ന് ഞാനൊരു 100,000 വട്ടം അവൾ ഉപദേശിച്ചതാ. പക്ഷെ അവൾ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ചേച്ചി എങ്ങനെയെങ്കിലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്തിരിപ്പിച്ചേ തീരൂ. അതിനൊരു കാരണമുണ്ട്. മനസ്സിലായില്ല? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.